ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. കൂടുതൽ PSC ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫെയർ പോർഷനാണ്. 15ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് മെയ് 20, 2021 ഇന്ന് ഉച്ചയ്ക്ക് 3:30 ശേഷമാണ് 15ാം കേരള നിയമസഭയിലെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് വരാം. നമുക്കറിയാം, 15ാം കേരള നിയമസഭയിലും മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് പിണറായി വിജയനാണ്. അപ്പോൾ മുഖ്യമന്ത്രി പൊതുഭരണം, ആഭ്യന്തരം, IT എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി, പൊതുഭരണം, ആഭ്യന്തരം, IT എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ. ഇനി നമുക്ക് അടുത്ത വകുപ്പിലേക്ക് വരാം. ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ്. അപ്പോൾ ആരോഗ്യം, വനിതാ ശിശുക്ഷേമം കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ്. വീണ ജോർജ് ഒരു പത്രപ്രവർത്തക കൂടിയായിരുന്നു. വീണ ജോർജ് ഉൾപ്പെടെ 3 വനിതകളാണ് 15ാം കേരള നിയമസഭയിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത്, ധനമന്ത്രിയായി അധികാരമേറ്റത് KN ബാലഗോപാലാണ്. ധനമന്ത്രി KN ബാലഗോപാൽ. മുൻ രാജ്യസഭാ അംഗം കൂടിയാണ് KN ബാലഗോപാൽ. അപ്പോൾ ഓർക്കുക, ധനമന്ത്രി KN ബാലഗോപാലാണ്. അടുത്തത്, വ്യവസായം, നിയമം എന്നീ വകുപ്പുകളാണ്. വ്യവസായം, നിയമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് P രാജീവ് ആണ്. വ്യവസായം, നിയമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് P രാജീവ്. പൊതുവിദ്യാഭ്യാസം, തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് V ശിവൻകുട്ടിയാണ്. പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, V ശിവൻകുട്ടി. അടുത്തത്, ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് R ബിന്ദു ആണ്. ഉന്നത വിദ്യാഭ്യാസം R ബിന്ദു. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് V ശിവൻകുട്ടിയാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് R ബിന്ദു ആണ്. അത് ഓർത്തു വച്ചേക്കുക. അടുത്ത വകുപ്പുകളാണ് തദ്ദേശം, എക്സൈസ്. അപ്പോൾ തദ്ദേശം, എക്സൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് MV ഗോവിന്ദനാണ്. തദ്ദേശം, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് MV ഗോവിന്ദൻ. അടുത്ത വകുപ്പുകളാണ് ഫിഷറീസ്, സാംസ്കാരികം, സിനിമ. എന്തൊക്കെയാണ്? ഫിഷറീസ്, സാംസ്കാരികം, സിനിമ. അപ്പോൾ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. ഫിഷറീസ്, സാംസ്കാരികം, സിനിമ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. അടുത്ത വകുപ്പുകളാണ് ദേവസ്വം, പിന്നാക്ക സമുദായ വികസനം, പാർലമെന്ററി കാര്യം. K രാധാകൃഷ്ണനാണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ദേവസ്വം, പിന്നാക്ക സമുദായ വികസനം, പാർലമെന്ററി കാര്യം, K രാധാകൃഷ്ണൻ. 3 വകുപ്പുകൾ: ദേവസ്വം, പിന്നാക്ക സമുദായ വികസനം, പാർലമെന്ററി കാര്യം, K രാധാകൃഷ്ണനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് വനം വകുപ്പിലേക്ക് വരാം. ഇപ്രാവശ്യം വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് AK ശശീന്ദ്രനാണ്. വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് AK ശശീന്ദ്രൻ. അടുത്തത്, സഹകരണം, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകളാണ്. സഹകരണം, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് VN വാസവനാണ്. സഹകരണം, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് VN വാസവൻ. VN വാസവൻ. അടുത്തത്, ഈ 21 അംഗ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. ഇദ്ദേഹം പിണറായി വിജയന്റെ മരുമകൻ കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദ് റിയാസ്
കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുമരാമത്ത്, ടൂറിസം. അപ്പോൾ പൊതുമരാമത്ത്, ടൂറിസം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് ആണ്. ഓർത്തു വച്ചേക്കുക, പൊതുമരാമത്ത്, ടൂറിസം, മുഹമ്മദ് റിയാസ്. അടുത്തത് വൈദ്യുതി മന്ത്രിയാണ്. ഇപ്രാവശ്യം വൈദ്യുതി മന്ത്രിയായി അധികാരമേറ്റത് കെ കൃഷ്ണൻകുട്ടിയാണ്. 15ാം കേരള നിയമസഭയിൽ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അടുത്ത വകുപ്പുകളാണ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ലീഗൽ മെട്രോളജി. അപ്പോൾ മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജെ ചിഞ്ചുറാണിയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജെ ചിഞ്ചുറാണി. അടുത്ത വകുപ്പുകളാണ് ന്യൂനപക്ഷക്ഷേമം, കായികം, പ്രവാസികാര്യം. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ്. ന്യൂനപക്ഷക്ഷേമം, കായികം, പ്രവാസികാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ. അടുത്തത് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ജലവിഭവ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. അടുത്തത് റവന്യൂ വകുപ്പാണ്. ഇപ്രാവശ്യം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ രാജനാണ്. റവന്യൂ മന്ത്രി കെ രാജൻ. അടുത്തത് കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി പ്രസാദാണ്. അപ്പോൾ കൃഷി മന്ത്രി പി പ്രസാദ്, കൃഷി പി പ്രസാദാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ്. ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിൽ. ജി ആർ അനിലാണ് ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഗതാഗതം. അപ്പോൾ ഗതാഗതം എന്ന വകുപ്പ് ഇപ്രാവശ്യം കൈകാര്യം ചെയ്യുന്നത് ആന്റണി രാജുവാണ്. ആന്റണി രാജുവാണ് ഗതാഗത മന്ത്രി. അടുത്തത് നിയമസഭാ സ്പീക്കറാണ്. 15ാം ലോക്സഭയുടെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ബി രാജേഷാണ്. എം ബി രാജേഷാണ് നിയമസഭാ സ്പീക്കർ. അപ്പോൾ നിയമസഭാ സ്പീക്കർ പഠിക്കുമ്പോൾ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ കൂടി നോക്കി വച്ചേക്കുക. ചിറ്റയം ഗോപകുമാറാണ് നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ആരാണ്? ചിറ്റയം ഗോപകുമാർ. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 21 അംഗ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെ പറ്റിയും ചർച്ച ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ആരാണ് ഗവർണർ എന്നുകൂടി ഓർത്ത് വച്ചേക്കുക. ആരിഫ് മുഹമ്മദ് ഖാനാണ് നമ്മുടെ കേരളത്തിൻ്റെ നിലവിലുള്ള ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ, അതുകൂടി ഓർത്ത് വച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ 275 കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി PSCക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് എല്ലാ വീഡിയോസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.